വളരെ പ്രാർത്ഥനയോടെ തന്നെ ദിവസത്തിലായിരിക്കുമ്പോൾ നമ്മളേവരെയും ഉറപ്പിക്കുന്ന ഒരു ചിന്ത പ്രാരംഭത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഈ ഭാഗമൊക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ വാക്യത്തിനകത്ത് യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം അവരെ ഉറപ്പിക്കുന്നതാണെന്നും അവരെ മുൻപോട്ട് നയിക്കുന്നതാണെന്നും ഉറപ്പുള്ള ആ വലിയ ജനം, അവർ വലിയ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ആ സമയം ശിഷ്യന്മാർ, ആ യോഗം കഴിയുന്ന ആ സമയം ശിഷ്യന്മാർ പറയുന്ന വാക്കാണ് ഇവിടെ കാണുന്നത്. അവർ പറയുന്ന 3 കാര്യങ്ങൾ അവർ എടുത്തു പറയുന്നു. 1, അവിടുത്തെ സ്ഥലത്തെക്കുറിച്ച് പറയുന്നു. 2, സമയത്തെക്കുറിച്ച് പറയുന്നു. 3, സാഹചര്യത്തെക്കുറിച്ച് പറയുന്നു. എന്താണ് സ്ഥലത്തിൻ്റെ പ്രത്യേകത? അവിടെ എടുത്തു പറയുന്നു, അത് മരുഭൂമിയല്ലോ എന്ന് പറയുന്നു. രണ്ടാമത് എന്താണ്? സമയത്തെപ്പറ്റി പറയുന്നു, നേരം വൈകി എന്ന് പറയുന്നു. മൂന്നാമത് സാഹചര്യം. എന്താണ് സാഹചര്യം? സാഹചര്യം മറ്റൊന്നുമല്ല, അവിടെ കാണുന്നത് പുരുഷന്മാർ തന്നെ 5000 പേര്, പിന്നെ സ്ത്രീകളും അതോടൊപ്പം കുഞ്ഞുങ്ങളും, അങ്ങനെ വലിയൊരു പുരുഷാരമാണ് അവിടെ കാണുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ എടുത്തു പറയുന്നത്. 1, മരുഭൂമി. ഈ മരുഭൂമി ഒന്ന് എടുത്തു നോക്കുവാണെങ്കിൽ മരുഭൂമിക്കകത്ത് നിൽക്കുന്നവന് പ്രതീക്ഷയുടെ ഒരു വാതിലും കാണാൻ കഴിയത്തില്ല, പ്രതീക്ഷയുടെ ഒരു വഴി പോലും അവന് കാണാൻ കഴിയത്തില്ല. ഇതാണ് മരുഭൂമിയുടെ സാഹചര്യം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നാം ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഒരു പ്രവചന ശബ്ദമായി നിങ്ങളെ നോക്കി പറയുകയാണ്, മരുഭൂമിക്കകത്ത് നിൽക്കുന്നത് പോലെ എന്ത് ചെയ്യുമെന്നറിയാതെ, വഴിയൊന്നും തെളിയാതെ അങ്ങനെ അവസ്ഥയിൽ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടോ? ഇന്ന് നിങ്ങളോട് പറയുകയാണ്, സ്ഥലം ഒരു വിഷയമല്ല. അടുത്തത് സമയത്തെപ്പറ്റി പറയുന്നു, വൈകുന്നേരം. അതെന്താ അങ്ങനെ പറയുന്നത്? കാരണം നമുക്കറിയാം, പല യാത്രകളും നമ്മൾ വേണ്ട എന്ന് വെക്കാനുള്ള കാരണം സമയം വൈകുമ്പോൾ നമ്മൾ പറയും, എന്നാൽ ഇന്ന് വേണ്ട, നാളെ ആകട്ടെ. വൈകുന്നേരമാകുമ്പോൾ തീർച്ചയായിട്ടും പല വിഷയങ്ങളും മാറ്റിവെക്കാറുണ്ട്. കാരണം അന്നൊരു ദൈവപ്രവൃത്തി നടക്കുകയല്ല, നാളത്തേക്ക്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ എടുത്തു പറയുന്നത്, നേരം വൈകിയിരിക്കുന്നു. അതോടൊപ്പം ഈ സാഹചര്യം. എന്നാൽ ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ വന്ന ജനത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് വിചാരമില്ലെങ്കിലും ദൈവത്തിന് എന്തുണ്ട്? അവരെക്കുറിച്ച് വിചാരമുണ്ട്. നിങ്ങൾ കേവലം ഒരു വചനം കേട്ട് സ്തോത്രവും ഹല്ലേലൂയും ഒക്കെ പറഞ്ഞു പോയാൽ പോരാ. പിന്നെയോ, നിങ്ങൾ ഇന്ന് കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യക്തമായി സ്പഷ്ടമായി ഇടപെടണമെന്നുണ്ടെങ്കിൽ, ഈ വചനം ചലിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ജീവന്റെ വചനം ചലിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് എന്ത് വേണം? ഒരു മറുപടി വേണം. അവിടെ പിന്നീട് താഴേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, എല്ലാവരും തിന്ന് തൃപ്തരായി. ഹല്ലേലൂയ! എല്ലാവരും തിന്ന് തൃപ്തരായി. 3 സാഹചര്യങ്ങൾ അവരെടുത്തു വെച്ചപ്പോൾ അവസാനം പറയുന്നു, ഇല്ല, എല്ലാവരും തിന്നു തൃപ്തരായി. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ഒരു ദൂത് കൈമാറുകയാണ്. നീ നിൽക്കുന്ന സ്ഥലം ഒരു വിഷയമല്ല, പല സമയം മോശമാണ് എന്ന് പറയുന്നവർ ഇന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ട്. സാഹചര്യം വളരെ ദയനീയമാണ് എന്ന് പറയുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ഒരു ദൂത് കൈമാറുന്നു. ഇല്ല, ഈ സാഹചര്യത്തിന് നടുവിലും ഇതേ സ്ഥലത്ത് തന്നെ, ഇതേ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ കരം അനുകൂലമായി വെളിപ്പെടുക തന്നെ ചെയ്യും.